പിണറായി ഒന്നാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ കാളികാവിൽ കൊടുത്തിട്ട് രണ്ടെണ്ണത്തിന് വെടിവെച്ചിട്ട് അറിയോ നിങ്ങൾ മാവോയിസ്റ്റ് മലപ്പുറം ജില്ലയിൽ എന്ത് മാവോയിസ്റ്റാ? എവിടെയാണ് മാവോയിസ്റ്റ് ഉള്ളത്? ഒന്ന് മലപ്പുറത്തെ, രണ്ടാമത്തത് കമ്മ്യൂണിസത്തെ ഒരേ സമയം നിഴൽ യുദ്ധം നടത്തി തോൽപ്പിക്കാൻ സംഘപരിവാരത്തിന്റെ റിമോട്ട് കൺട്രോൾ സെല്ലുകൾ ഉദ്യോഗസ്ഥന്മാർ. അജിത് കുമാറൊക്കെ അല്ലേ ഇന്നിവിടെ? അജിത് കുമാർ ഒന്നല്ലേ നമ്മളെടുത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ട്രാക്ടറിൽ കയറി ശബരിമലയിൽ പോവുക, അതുപോലെ തന്നെ മാലാഖ ഇറങ്ങി വരുന്നത് പോലെ മൂപ്പര് തൃശ്ശൂരിൽ വരിക, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെങ്കിലും ഒരു പരിക്കും പറ്റണില്ല. അയാൾ നമ്മുടെ സുജിത് കുമാർ ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നല്ലോ മലപ്പുറം ജില്ലാ SP സുജിത് കുമാർ, ഡബിൾ എഞ്ചിൻ. അതായത് ആദ്യം 8000 കേസാണെങ്കിൽ അയാൾ വന്നപ്പോൾ 20,000 കേസാ. മലപ്പുറം ജില്ലയ്ക്ക് സ്കൂളില്ല, കോളേജില്ല, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജില്ല, ഒരു സാധനമില്ല. ആകെ തരുന്നത് എന്താ? നല്ല ക്രിമിനലുകളുണ്ട്, കേസുകളുണ്ട്, കണ്ടമാനം കേസിന്റെ വർധനവുകൾ, ട്രാൻസാഫും, സ്വർണ്ണക്കടത്തും, മയക്കുമരുന്ന് വേറെ നമ്മൾ പഠിക്കണം, വളരെ മാരകമായിട്ട് പഠിക്കേണ്ട ഒരു സംഘപരിവാരവും അതുപോലെ തന്നെ പോലീസിലെ സംഘപരിവാർ സെല്ലുകളും ഒരുമിച്ച് ചേർക്കുന്ന കച്ചവടമാണോ? ശരിക്കും അങ്ങനെ വല്ല മാവോയിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടേണ്ടത് ആലപ്പുഴയിലും ഇടുക്കിയിലും അവിടേക്കുള്ള മാർക്സിസത്തിന് സ്വാധീനമുള്ളത്. ഇത് മലപ്പുറം ജില്ലയിലും വയനാട്ടിലും കൊടുത്തിട്ടാണ് പൊട്ടിക്കുന്നത്. എന്തിനായിരുന്നു ഇത്? യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വരുതിയിലാക്കാൻ, പിണറായിയെ വരുതിയിലാക്കാൻ, പിണറായിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ കുരുക്കിൽ വീഴ്ത്താൻ ഇപ്പോഴും ഇന്ത്യയിലെ മാവോയിസ്റ്റ് ഇടനാടി, നക്സലൈറ്റ് ഇടനാടി എന്ന് പറയുന്ന മഹാരാഷ്ട്ര മുതൽ ബംഗാൾ വരെയുള്ള ദണ്ഡകാരുണ്യ മലനിരകളെയും പ്രദേശങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ആ അമിത് ഷാ ഇടക്കിടക്ക് വെടിവെട്ടിക്കും അർബൻ നക്സലൈറ്റുകൾ. ആ നക്സലൈറ്റുകൾ എന്ന പ്രയോഗം, മാവോയിസ്റ്റുകൾ എന്ന് പറയുന്ന പ്രയോഗം കൃത്യമായി കൊള്ളിക്കുന്ന അങ്ങനെ ഒരു സാധനത്തിലൊന്നും അല്ല. അവർ നടത്തുന്ന സമരങ്ങൾക്ക് അജണ്ട വേറുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ കടന്നു പോണില്ല. മറിച്ച് കേരളത്തിൽ അധികാരത്തിലുള്ള CPM-നെ വരച്ച വരയിൽ നിർത്താൻ. ഇനി അതങ്ങോട്ട് ആ ഒരേ സമയം കമ്മ്യൂണിസത്തെയും മാർക്സിസത്തെയും എതിരാളികളായി കണ്ടുകൊണ്ട് സംഘപരിവാരവും സിയോണിസവും ക്യാപിറ്റലിസവും ഒക്കെ ഒരേ സ്വഭാവത്തിൽ അതിന്റെ പദ്ധതികളും പരിപാടികളും ഒക്കെ ആവിഷ്കരിക്കുമ്പോഴാണ് നേരത്തെ യൂസുഫ് സാഹിബൊക്കെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ മുന്നിൽ നിർത്തിയിട്ട് നിഴൽ യുദ്ധം നടത്താൻ പിണറായി ഒന്നാം സർക്കാർ